യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ എല്ലാ ശാലോം പ്രേക്ഷകരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യേശു ഇന്ന് നമ്മളെ ഒത്തിരിയേറെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടുത്തെ മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് വചനമൊക്കെ കേട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തിയെക്കുറിച്ചാണ്. ഈ ലോകത്തിൻ്റെ മോഹങ്ങളെയും സാത്താൻ്റെ ശക്തിയെയും പരാജയപ്പെടുത്തുവാൻ നമുക്ക് നിരന്തരമായ ഒരു പ്രാർത്ഥനാ ജീവിതവും ഉപവാസത്തിൻ്റെ ഒരു ശൈലിയുമില്ലാതെ പറ്റില്ല. സാത്താനെ തകർക്കണമെങ്കിൽ, ജഡത്തിൻ്റെ മോഹങ്ങളെ ആസക്തികളെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ ഉപവസിക്കണം. നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം കണ്ടെത്തണം. ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ 36 മുതൽ 38 വരെയുള്ള വചനങ്ങൾ. ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറൂസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അന്ന എന്നൊരു പ്രവാചിക, പ്രവചനത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ ഒരു ദൈവദാസി. ഈ അന്ന എന്ന പ്രവാചിക വിവാഹം കഴിച്ചു. ശേഷം ഭർത്താവിനോടൊപ്പം 7 വർഷക്കാലമേ ജീവിച്ചുള്ളൂ. ഭർത്താവ് മരിച്ചുപോയി. പിന്നീട് അന്ന വിവാഹം കഴിക്കുവാനായിട്ട് തയ്യാറായില്ല. അവൾ ദേവാലയത്തിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായി വർഷങ്ങളോളം ജീവിക്കുകയാണ്. അവളൊരു പ്രവാചികയായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കാനുള്ള കൃപ. ഒരുപക്ഷെ ഇന്നലകളും ഇന്നുകളും വരാനിരിക്കുന്ന സംഭവങ്ങളൊക്കെ അന്നയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിച്ചിട്ടുണ്ട്. അവിടെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമുണ്ട്. ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും
പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, രാപകൽ ദൈവത്തെ സ്തുതിക്കുക. എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർ ദേവാലയത്തിൽ ആയിരുന്നു. അത് നിരന്തരമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അഭിഷേകത്തെ വർദ്ധിപ്പിക്കും. ചിലര് ഈ സ്തുതിപ്പിനോട് താല്പര്യമില്ലാത്തവരാണ്. സ്തുതിക്കാൻ അവർക്ക് ഇഷ്ടമല്ല, സ്തുതിപ്പിനെ വിമർശിക്കുന്നവർ ഒക്കെ ഉണ്ട്. സ്തുതിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയുക. സ്തുതിപ്പിലൂടെ ദൈവം ചൊരിഞ്ഞ കരുണയ്ക്ക് നമ്മൾ നന്ദി പറയുക. സ്തുതിക്കുന്നതിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നത് നമ്മളാണ്. ഞാനും നിങ്ങളും എത്ര സ്തുതിച്ചാലും ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ മഹത്വം അത് വലുതാണ്, അത് അതിൽ തന്നെ പൂർണ്ണമാണ്. പിന്നെ ഞാൻ സ്തുതിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ മേലിറങ്ങും. ഞാൻ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ശക്തി, ആത്മാവ് എൻ്റെ മേൽ ഇറങ്ങുകയാണ്. ശരിക്കും സ്തുതിക്കുമ്പോൾ ഞാനാണ് ആത്മാവിൽ അഭിഷേകം പ്രാപിച്ച് ദൈവമഹത്വത്തിൽ പങ്കാളി ആയിട്ട് മാറുന്നത്. അന്ന രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിലായിരുന്നു. അവിടെ വെച്ച് രക്ഷകനെ കുറിച്ച് അന്ന പ്രവചിക്കുക. അപ്പൊ വർഷങ്ങളോളം വിവാഹ ജീവിതം അവൾ വേണ്ടെന്ന് വെച്ചു. ഏകസ്ഥയായി ഒരു സന്യാസിനിയെ പോലെ ദേവാലയ ശുശ്രൂഷകൾ ചെയ്ത് അന്ന ജീവിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരത്തിന് കാതുകൊടുത്ത് ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട വലിയ ഒരു പ്രവാചിക തന്നെയാണ് അന്ന. ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 52-53 വചനങ്ങൾ. അവർ അവനെ ആരാധിച്ചു. അപ്പോസ്തലന്മാർ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറൂസലേമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. അപ്പോസ്തലന്മാരും ചെയ്തതാ. സദാസമയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ ആയിരുന്നു. ഇത് ഒരു പ്രത്യേക കൃപയാ. സദാസമയം ദൈവത്തെ സ്തുതിക്കാനാണ് സാധിക്കുക. ഭാഷാപരത്തിലൊക്കെ സ്തുതിക്കാം. നമുക്ക് ആത്മാവ് തരുന്ന പ്രേരണ അനുസരിച്ച് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും. അവർ രാപകൽ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. സാത്താനെയും അവൻ്റെ ശക്തിയെയും തകർക്കണമെങ്കിൽ, സാത്താൻ്റെ തന്ത്രങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരുമായിട്ട് മാറണം. ഉപവസിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക ബന്ധനങ്ങൾ നമ്മളെ വിട്ടൊഴിയും. പൈശാചിക സ്വാധീനങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു. അവന് ഒരു JCB ഓടിക്കുന്ന ഡ്രൈവറാണ്. അവൻ്റെ പ്രശ്നം ഇപ്പോൾ ഇതാണ്. അവൻ്റെ ശരീരത്തിന് വലിയ ക്ഷീണം, കടുത്ത തലവേദന, അമിതമായ ഉറക്കം, ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, ഒന്നിനും പറ്റാത്ത അവസ്ഥ. ഈ മകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ അവനോട് അല്പസമയം സംസാരിച്ചു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഈ മകൻ്റെ ഈ തൊഴിൽ മേഖലയെ തടസ്സപ്പെടുത്തുവാൻ ശക്തമായിട്ട് തിന്മ പ്രവർത്തിക്കുന്നു. ആ തിന്മ പ്രവർത്തിക്കാനായിട്ട് ആരോ ഏതോ തിന്മയുടേതായ പ്രവർത്തനങ്ങൾ ഇവനെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, പ്രാർത്ഥിക്കാം, കർത്താവ് നിനക്കിപ്പോൾ വിടുതൽ തരും. ഏതാനും പ്രാർത്ഥനകൾ ഞാൻ അവന് ഏറ്റുപറഞ്ഞു കൊടുത്തിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ്റെ ശിരസിൽ
കരങ്ങൾ വെച്ച് നെറ്റിൽ കുരിശിട്ടിട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവനെ ബന്ധിച്ചിരിക്കുന്ന പിശാചിനെ, നിരന്തരമായ രോഗത്തിൻ്റെ പീഡകളെ, തലവേദനയെ, എല്ലാ തിന്മയുടെ സ്വാധീനത്തെയും ക്ഷീണവും മടുപ്പും ഉറക്കെല്ലാം ബന്ധിച്ചൊരു ഒറ്റ പ്രാർത്ഥന. വലിയൊരു ആത്മാവിൻ്റെ അഭിഷേകത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കരങ്ങളെടുത്തു. ഞാൻ കാണുന്ന കാഴ്ച ഇതാണ്. ഇവൻ്റെ തലയും മുഖവും ശരീരം മൊത്തം വേർത്ത് ഒഴുകുകയാണ്. ഞാൻ ചോദിച്ചു, മോനെ നിനക്കിപ്പോൾ എന്താ അനുഭവം ഉണ്ടായത്? അവൻ പറയുകയാണ്, എൻ്റെ ശരീരത്തു നിന്ന് ആരോ ഇറങ്ങിപ്പോയി, എൻ്റെ തലയിൽ നിന്ന് എന്തോ ഒരു ഭാരം വിട്ടുപോകുന്നൊരനുഭവം. ഞാൻ ഏതാനും പ്രാർത്ഥനയൊക്കെ പറഞ്ഞു കൊടുത്തു, വചനമൊക്കെ വായിക്കാനൊക്കെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അവൻ എന്നെ കാണാൻ വന്നു. ഞാൻ ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട്? അവൻ പറയുന്നു, എനിക്കൊരു കുഴപ്പമില്ല, തലവേദനയില്ല, വയറിന് പ്രശ്നമില്ല, അമിതമായ ഉറക്കമില്ല, ശരീരത്തിന് ക്ഷീണമില്ല. മിടുമിടുക്കനായിട്ട് അവൻ പണിയെടുക്കുകയാണ്. ചില തിന്മയുടേതായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും താറുമാറാക്കാൻ പിശാചിന് കഴിയും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആര് എതിർത്താലും ഇതൊരു സത്യമാണ്. അനുഭവങ്ങൾ ധാരാളമായിട്ട് പറയാനുണ്ട്. നമ്മുടെ മേലെ പൈശാചിക സ്വാധീനങ്ങൾ കടന്നു വരാതിരിക്കണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥന വേണം, ഉപവാസം വേണം. അടുക്കൽ നമ്മൾ വിശുദ്ധ കുമ്പസാരത്തിന് വേണ്ടി കടന്നിരണം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. അപ്പോൾ നമുക്ക് പൂർണ്ണമായ വിടുതലിലേക്ക് വരുവാനായിട്ട് സാധിക്കും. ഇന്ന് ധാരാളം വ്യക്തികളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടവർ. അവർക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. രാവിലെ മുതൽ വയ്യോളം നന്മ പ്രവൃത്തി ചെയ്യുക, ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല. പലരും ഒത്തിരിയേറെ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ അവർ സമയം കണ്ടെത്തുന്നില്ല. അങ്ങനെ പ്രാർത്ഥനയും ഉപവാസവുമില്ലാതെയുള്ള ഓട്ടത്തിലാ അവരുടെ ഓട്ടം. അത് പരാജയത്തിലേക്കുള്ള ഓട്ടം തന്നെയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്നില്ലേ, യേശു 40 രാവും പകലും ഉപവസിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. യേശു പോലും ഉപവാസമെടുത്തു. ലൂക്കാ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 15-16, യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാവട്ടെ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. യേശുവിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് നാനാദേശങ്ങളിൽ നിന്ന് ആളുകൾ തിങ്ങിക്കൂടുകയാ. അവനെ ഒന്ന് തൊടുവാൻ, അവനിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാൻ, അവൻ്റെ വസ്ത്രവിളിമ്പിൽ ഒന്ന് തൊട്ട് സൗഖ്യം പ്രാപിക്കാനൊക്കെ ജനം ഓടിക്കൂടുക. യേശു എന്ത് ചെയ്തു? അവൻ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി. അവൻ വിജനതയിലേക്ക് പിൻവാങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിരാവിലെ ഉണർന്ന് വിജനപ്രദേശത്തേക്ക് പോയി അവിടെയും അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ലൂക്കാ 6:12. ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പസ്തോലന്മാർ എന്ന പേര് കൊടുത്തു. യേശു രാത്രി മുഴുവൻ മണിക്കൂറുകൾ പിതാവിന്റെ മുൻപിൽ പ്രാർത്ഥിച്ചു. പിതാവ് കൊടുത്ത വെളിപാടനുസരിച്ച 12 അപ്പസ്തോലന്മാരെ അവൻ തിരഞ്ഞെടുക്കുന്നത് പ്രാർത്ഥിച്ചൊരുങ്ങി എടുത്ത തീരുമാനമായിരുന്നു യേശുവിൻ്റെ തീരുമാനം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രാണവായു പോലെ നമുക്ക് ഏറ്റവും ആവശ്യമുണ്ട് പ്രാർത്ഥന. നമ്മുടെ ജീവൻ നിലനിർത്താൻ നമ്മൾ 4 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആത്മാവിൻ്റെ ജീവൻ നിലനിർത്തുവാൻ, ആത്മാവിന് ശക്തി കിട്ടുവാൻ പ്രാർത്ഥന വേണം,
ഉപവാസം വേണം, കുമ്പസാരം വേണം, ദിവ്യകാരുണ്യ സ്വീകരണം വേണം. ഇതെല്ലാം നമുക്ക് വേണം. എങ്കിലേ നമ്മുടെ ആത്മാവിന് ജീവൻ കിട്ടൂ, ആത്മാവ് കരുത്ത് പ്രാപിക്കൂ. ശരീരത്തിന്റെ കരുത്തുകൊണ്ട് സാത്താന്റെ കോട്ടകളെ തകർക്കുവാൻ നമുക്ക് സാധ്യമല്ല. സാത്താന്റെ കോട്ടകളെ തകർക്കണമെങ്കിൽ ആത്മാവിന്റെ കരുത്താവേണ്ടത്. ആത്മാവിന്റെ കരുത്ത് വേണമെങ്കിൽ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്നിരിക്കണം. പ്രാർത്ഥിച്ചും ഉപവസിച്ചും നമ്മൾ ശക്തരായിട്ട് മാറണം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമുക്ക് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ആത്മാവിനെ പകരണമേ. പ്രാർത്ഥനയുടെ ചൈതന്യം ഞങ്ങളിൽ നിറയട്ടെ. ഉപവാസത്തിനുള്ള അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ. ദൈവാത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ആത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ. ആത്മാവിൻ്റെ കരുത്ത നമുക്ക് വേണ്ടത്. സക്രിയ 4:6 സൈന്യ ബലത്താലല്ല, ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ടത്രേ. ദൈവാത്മാവിൻ്റെ ശക്തി നമ്മിൽ നിറയണമെങ്കിൽ ദൈവത്തോട് ചേർന്നിരുന്ന് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. ലോകവുമായിട്ടുള്ള ബന്ധം എത്രമാത്രം നമ്മൾ കുറയ്ക്കുന്നോ അത്രമാത്രം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കൂടുതൽ ആഴപ്പെടുകയാണ്. ഈ നാളുകളിൽ അനേകര് വീണു പോയിട്ടുണ്ടെങ്കിൽ, അനേകര് കാൽ തെറ്റി പാപത്തിൽ വീണുപോയെങ്കിൽ, അഭിമാനം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, അതിൻ്റെയൊക്കെ പിന്നിൽ സംഭവിച്ചത് പ്രാർത്ഥനയില്ലായിരുന്നു, ഉപവാസമില്ലായിരുന്നു, ശരിയായ കൂദാശാ ജീവിതമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അനേകര് ശുശ്രൂഷാരംഗത്തുള്ളവർ തകർന്നു പോയതും അവരുടെ ആത്മീയ ഭാവി അപകടത്തിലായതിനും കാരണം ഇതാ. നമ്മൾ ഏറെ ധ്യാനിക്കണം, നമ്മൾ ചിന്തിക്കണം. ഇന്ന് അനുസരണം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ്. കുടുംബത്തില് മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ, ദൈവത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചവരിതാ അനുസരണം അവഗണിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം താല്പര്യങ്ങൾക്കും വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. നീതി നേടി എടുക്കാൻ വേണ്ടി ലോകത്തിൻ്റെ മാർഗങ്ങൾ തിരയുന്നു. എനിക്കും നിങ്ങൾക്കും നീതി നടത്തി തരേണ്ടവൻ ദൈവമാണ്. ദൈവം നമുക്ക് നീതി നടത്തി തരുന്നവൻ തന്നെയാണ്. നിലവിളിക്കുന്നവന്റെ നിലവിളിക്ക് ഉത്തരം തരികയും അവന് നീതി നടത്തി തരികയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നീതി കിട്ടാതെ ചവിട്ടി മെതിക്കപ്പെടുന്നവര് അനേകരുണ്ട്. അവർ നീതി അന്വേഷിച്ച് കടന്നു ചെല്ലേണ്ടത് ദൈവത്തിന്റെ മുൻപിലാ. കാരണം ദൈവം നീതിമാനാ. അവൻ ദരിദ്രന്റെ നിലവിളി കേൾക്കുന്നവനാ, പാവപ്പെട്ടവന്റെ കണ്ണുനീർ കാണുന്നവനാ, നിസ്സഹായന്റെ വേദന കേൾക്കുന്നവനാ. ഹൃദയം നൊന്ത് നിലവിളിക്കുമ്പോൾ നിലവിളിക്കുന്ന നിസ്സഹായന്റെ നിലവിളിക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു. ഹല്ലേലൂയ. സഭയെ അനുസരിക്കുവാൻ, അധികാരികളെ അനുസരിക്കുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തവർ, കർത്താവിന് വേണ്ടി ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ചവർ, ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളുണ്ട്. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം, അങ്ങനെ ജീവിതത്തിൽ വ്യക്തമായ തീരുമാനമെടുത്ത് കർത്താവിനായി ജീവിതം സമർപ്പിച്ചവർ അക്കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കണം. ഒരു തിന്മയുടെ ശക്തിയും ലോകത്തിന്റെ അരൂപിയും നമ്മളെ കീഴ്പ്പെടുത്തുവാൻ പാടില്ല. ദൈവത്തിൻ്റെ
ആത്മാവിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യരുത്. അധികാരികളെ നിഷേധിക്കുന്ന വിധത്തിൽ നമ്മൾ ചിന്തിക്കാനോ ഇറങ്ങി പുറപ്പെടാനോ ഒരിക്കലും പാടില്ല. നമ്മൾ നമ്മെ തന്നെ നിയന്ത്രിക്കണം. നമ്മൾ നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കണം. നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയത നമ്മുടെ കൈവശമാണ് ഇരിക്കുന്നത്. അത് നമ്മൾ തീരുമാനിക്കണം. ഉറച്ച തീരുമാനമെടുത്ത് ആത്മാവിൽ ബലപ്പെട്ട് നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 58 അധ്യായം 3 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ ഉപവാസത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ എന്തിന് ഉപവസിച്ചു, അങ്ങ് കാണുന്നില്ലല്ലോ. ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി, അങ്ങത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്നാൽ ഉപവസിക്കുമ്പോൾ ഞങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. നിങ്ങളുടെ വേലക്കാരെ ഞങ്ങൾ പീഡിപ്പിക്കുന്നു. കലയിക്കുന്നതിനും ഷണ്ണ ക്രൂരമായി മുഷ്ടി കൊണ്ട് ഇടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കത്തില്ല. നിങ്ങൾ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മാറ്റമില്ല. നമ്മൾ നാവ് കൊണ്ട് ചെയ്യുന്ന അതേ പാപങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നു. കണ്ണുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ കണ്ണുകൊണ്ട് ചെയ്യുന്നു. പാവപ്പെട്ടവരെ പീഡിപ്പിക്കുന്നു, ദരിദ്രരെ അവഗണിക്കുന്നു, ഷണ്ണ കൂടുന്നു, ക്രൂരമായിട്ട് മുഷ്ടി ചുരുട്ടുന്നു, ശപിക്കുന്നു, വിമർശിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു. അക്കൂട്ടത്തിൽ ഉപവാസം എടുക്കുന്നു, വചനം പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ഉപവാസം സ്വർഗത്തിൽ എത്തത്തില്ല. നിങ്ങളുടെ ഉപവാസം സ്വർഗത്തിലെത്തണമെങ്കിൽ നിങ്ങളുടെ ജീവിത ശൈലിക്ക് മാറ്റമുണ്ടാവണം. പാപത്തിന്റെ വഴികളെ വിട്ടുപേക്ഷിക്കണം. തിരുത്താനുള്ള മേഖലകൾ, ചെറുതും വലുതുമായ പാപത്തിൻ്റെ മേഖലകൾ, അത് ഉപേക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ഉപവസിക്കുവാൻ. ഉപവസിക്കുകയും അതോടൊപ്പം ഈ വിധ പ്രവൃത്തികളും ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന, നിന്റെ ഉപവാസം ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. യെശയ്യാ 58:5-6 വചനങ്ങൾ. ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം ഞാങ്ങണ പോലെ തലകുനിക്കുന്നതും ചാക്ക് വിരിച്ച് ചാരവും എതിരെ കിടക്കുന്നതുമാണോ അത്? ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്ന്, കർത്താവിന് സ്വീകാര്യം ദിവസമെന്നും വിളിക്കുക? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക, നുകത്തിൻ്റെ കയറുകൾ അഴിക്കുക, മർദ്ദിതരെ സ്വതന്ത്രരാക്കുക, എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നില്ലല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഉപവാസമെടുക്കുമ്പോൾ നമ്മുടെ ബന്ധനങ്ങൾ തകർക്കപ്പെടണം. ദുഷ്ടതയുടെ കെട്ടുപൊട്ടണം. ആരുടെ ദുഷ്ടതയുടെയാ? ഉപവാസമെടുക്കുന്ന വ്യക്തിയുടെ ഉള്ളിലുള്ള ദുഷ്ടതയുടെ കെട്ടുപൊട്ടണം. മറ്റുള്ളവരുടെ ദുഷ്ടത കെട്ടുപൊട്ടിക്കാന്നല്ല, ഉപവാസം എടുക്കുന്ന വ്യക്തിയുടെ ഉള്ളിലുള്ള ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടണം, കെട്ടഴിയണം. നമ്മുടെ മേലുള്ള നുകത്തിൻ്റെ കയറുകൾ തകരണം. നമ്മുടെ മേല് പിശാചിട്ടിരിക്കുന്ന ആസക്തിയുടെ നുകങ്ങൾ, അശുദ്ധിയുടെ നുകങ്ങൾ, കണ്ണിൻ്റെ ആസക്തി, സ്വയംഭോഗത്തിൻ്റെ ആസക്തി, വ്യഭിചാരത്തിൻ്റെ ആസക്തി, ലോകത്തിൻ്റെ മോഹങ്ങൾ, ആസക്തികൾ കെട്ടപ്പെട്ടിരിക്കുക. ഈ കെട്ടുകൾ അടിയണം, ഇവയെല്ലാം പൊട്ടണം, എല്ലാ ദുഃഖങ്ങളും തകരണം. അവൾ ഉപവാസമെടുക്കുന്ന വ്യക്തി പൂർണ്ണമായിട്ടും കെട്ടുകൾ പൊട്ടപ്പെട്ട് സ്വതന്ത്രനാകണം. ഉപവാസമെടുക്കുന്ന ഞാൻ സ്വാതന്ത്ര്യത്തിലേക്ക് വരാതെ എനിക്ക് ആത്മാവിൽ നിറഞ്ഞ് മറ്റൊരാളെ സ്വതന്ത്രനാക്കാൻ സാധിക്കത്തില്ല. എനിക്ക് മറ്റൊരാളെ പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ ആദ്യം ഞാൻ പിശാചിൻ്റെ പിടിയിൽ നിന്ന് പുറത്തു വരണം. ഞാൻ ആത്മാവിൽ നിറയണം. എങ്കിലേ എനിക്കൊരാളെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്ന് അനേകരെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവർ ഇന്ന് ബന്ധനത്തിലാണ്. വ്യത്യസ്തമായ
പാപസുഖങ്ങളുടെ ജഡസുഖങ്ങളുടെയൊക്കെ ബന്ധനത്തിലാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവസാനം അവർ കെട്ടപ്പെടുകയാണ്, അവർ തകർക്കപ്പെടുകയാണ്. സാത്താൻ അവരെ ചവിട്ടി മെതിക്കുകയാണ്. തിരിച്ചറിയുക, നന്നായിട്ട് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ മുഖം കണ്ട് പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. ഉപവാസത്തിലൂടെ ആദ്യം നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ നമുക്ക് പരിപൂർണമായിട്ട് നീക്കം ചെയ്തുകൊണ്ട് വേണം ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും. ഒരു വലിയ ആത്മാഭിഷേകം നമുക്ക് ദാഹിക്കാം. ഉന്നതമായ കൃപാവരങ്ങൾ പ്രാപിച്ചുകൊണ്ട് നമുക്ക് ശക്തരായ ദൈവരാജ്യത്തിൻ്റെ പോരാളികളായിട്ട് മാറാം. നിരന്തരമായ ഒരു പ്രാർത്ഥനാ ജീവിതം, നിരന്തരമായ ഉപവാസത്തിൻ്റെ ഒരു ശൈലി, നിരന്തരമായിട്ട് മനസ്സ് മടുക്കാതെ സഹനങ്ങൾ വരുമ്പോൾ അതൊക്കെ ഏറ്റുവാങ്ങി കർത്താവിൻ്റെ സഭയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു മനസ്സ്, ഇതൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവ് തരട്ടെ. പുതിയ മനുഷ്യരായിട്ട് നമുക്ക് മാറാം. ഗലാത്യ 6:15 ഒരു പുതിയ മനുഷ്യനാവുക, ഒരു സൃഷ്ടിയാവുക, ഇതാണ് പരമപ്രധാനം. കർത്താവ് എല്ലാവരെയും ആത്മാവിൽ നിറച്ച് അഭിഷേകം ചെയ്യട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. ഇതേ ഒരു കൊച്ചു മിടുക്കി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. എന്ത് പറയുന്നു? കണ്ണടയൊന്നും എടുത്തേ. ഇന്നലെ വലിയ സങ്കടത്തിലാണ് ഈ മോളയായിട്ട് ഈ അമ്മ പ്രാർത്ഥിക്കാൻ വന്ന. ഈ കുഞ്ഞിൻ്റെ കണ്ണ് കോങ്കണ്ണായിരുന്നു അല്ലേ? അതെ, എൻ്റെ പേര് ബ്ലെസ്സി ഷാജൻ, എൻ്റെ മകളുടെ പേര് അന്ന റോസ്. ഞങ്ങൾ അരനാട്ടുകര ഇടവകാംഗമാണ്. ഭർത്താവിൻ്റെ പേര് ഷാജൻ ചെറിയൻ. ജന്മന ഇവൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. ഷോർട്ട് സൈറ്റ് മുഖേനയാണ് ഇവളുടെ കണ്ണ് തെന്നി മാറി പോയിരുന്നത്. ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ വലത് കണ്ണ് ആ സ്ഥലത്തേക്കല്ല നോക്കിയിട്ടുണ്ടായിരുന്നത്. അസാധാരണമായ വലുപ്പം ഉണ്ടായിരുന്നു ആ കൃഷ്ണമണിക്ക്. ഇന്നലെ ഇവിടെ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം ബ്രദർ പറഞ്ഞു, അത്യാവശ്യമുള്ള ആളുകൾ ഇവിടെ വന്ന് നിന്നാൽ ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഒരു തവണ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. രണ്ടാം തവണ എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇവളെ നിർബന്ധിച്ചു എൻ്റെ അടുത്ത്, എനിക്ക് എന്തായാലും ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം, ഇത് മാറണം. ഇവള് പറഞ്ഞു, അമ്മ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് വലിച്ചു. അങ്ങനെ ഞാനിവിടെ എന്തായാലും നാളേക്ക് നിൽക്കുന്നില്ല, ഇന്ന് എന്തായാലും വന്ന് പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് വിചാരിച്ച് ഈ ബ്രദറിൻ്റെ ഇവിടെ അടുത്ത് നിന്നു. ബ്രദർ തിരിച്ചു ചോദിച്ചു, എന്താ ഈ കുട്ടിക്ക് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കൃഷ്ണമണി അവളുടെ വലുതാവുകയും ഇങ്ങോട്ടോ അങ്ങോട്ടോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല അവളെ എങ്ങോട്ടാണ് നോക്കുന്നതെന്ന്. അങ്ങനെ ഈ കണ്ണടച്ച് പിടിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ബ്രദർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഈ ചുറ്റും നിൽക്കുന്ന ബ്രദേഴ്സും ഞങ്ങളും എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം നിങ്ങൾക്ക് വ്യക്തമായി കാണാം, ഇവളുടെ കണ്ണ് നോക്കിയാൽ ഈ ഇടത് കണ്ണിൻ്റെ കൃഷ്ണമണി അതേ വലുപ്പം തന്നെ ഈ കൃഷ്ണമണി കാണാം നിങ്ങൾക്ക്. ഇവളെ മുൻപ് കണ്ടിരുന്ന പല ആൾക്കാരും പറഞ്ഞു, എന്തൊരു മാറ്റമാണ് ഇവൾക്കെന്നുള്ളത്. എല്ലാവർക്കും കാണാവുന്നതാണ്. ഇവളുടെ കണ്ണ് സാധാരണ പോലെയായി. വീട്ടിൽ ചെന്ന് ബൈബിള് സാധാരണ അവൾ കണ്ണട വെച്ചിട്ട് ഇങ്ങനെയാണ് വായിക്കാറ്. അത് കണ്ണാട ഇല്ലാതെ തന്നെ മടിയിലിരുന്നുകൊണ്ട് അവൾക്ക് വായിക്കാനായിട്ട് സാധിച്ചു. ഇതിനുശേഷം ചേച്ചി പറഞ്ഞു, ആശുപത്രിയിൽ പോയിട്ട് ഒന്ന് അവൾ കാണിക്കുന്ന ഡോക്ടറെ ഒന്ന് കാണിക്കാനായിട്ട്. ആ ഡോക്ടർ ഇന്ന് രാവിലെ പോയി ഡോക്ടറെ കാണിച്ചു. പ്രകടമായ മാറ്റമാണ് കാണുന്നത് എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച് വിട്ടു. നമുക്കറിയാം ഇന്നലെ ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രകടമായ മാറ്റം നമുക്ക് കാണാൻ സാധിച്ചതെന്ന്. നോക്കുക കർത്താവ്, എനിക്ക് ഈ കുഞ്ഞിൻ്റെ ആ ഒരു കാര്യം ഇവളാണ് പറഞ്ഞത് അല്ലേ? കൊച്ചാ പറഞ്ഞല്ലേ പ്രാർത്ഥിക്കണമെന്ന്? ആണോ? ഉണ്ടോ? ഈ കുഞ്ഞിന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായതിൻ്റെ കാര്യം ഞാൻ ഇന്നലെ ഒക്കെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞു ധ്യാനത്തിന്. കാരണം ഈ കുഞ്ഞ് ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തിനുള്ളിൽ വിശ്വാസത്തിൻ്റെ വിത്ത് വീണു. അതാണ് അവൾ അമ്മയോട് പറഞ്ഞത്, അമ്മയെ പ്രാർത്ഥിപ്പിക്കണം. കണ്ടോ? പ്രാർത്ഥിപ്പിച്ചു. കുഞ്ഞിൻ്റെ കോങ്കണ്ണ് അത്ഭുതമായിട്ട് സൗഖ്യം പ്രാപിച്ചു. അതുകൊണ്ട് എന്താ, ആ കുഞ്ഞിൻ്റെ വിശ്വാസം അവളെ പൂർണ്ണമായി സൗഖ്യത്തിലേക്ക് നയിച്ചു. ഇതിന് കർത്താവിന് 1000 നന്ദി പറയാം. ആരിലും വലിയവൻ വലിയവൻ യേശു, യേശു ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ.